ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി 6 മണി വരെ ഞാൻ നാമം ചൊല്ലാറുണ്ടിരുന്നു കേട്ടോ. 5 മണി തൊട്ട് 1 മണിക്കൂർ ഞാൻ നാമം ചൊല്ലാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ അരമണിക്കൂർ ചൊല്ലിയിട്ട് ഞാൻ വീണ്ടും മാറിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ ആ ശീലം മാറ്റി 6 മണി വരെ ചെല്ലും. പിന്നെ വീണ്ടും എണീറ്റ് എന്തെങ്കിലും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഹസ്ബൻഡിന്. അതിനുശേഷം വീണ്ടും വിളക്ക് നമ്മുടെ പൂജാമുറിയായിട്ടില്ല, നമ്മുടെ വിളക്ക് കൊളുത്തുന്നിടത്ത് വീണ്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. ഇന്നും വെള്ളിയാഴ്ചയല്ലേ, അപ്പം വീണ്ടും വിളക്ക് കൊളുത്തി അവിടെ പൂക്കളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അതുമാത്രമല്ല, ഇന്ന് ചതുർത്ഥിയല്ലേ, ഗണേശൻ്റെ നാമമൊക്കെ വീണ്ടും ചൊല്ലി 108 തവണ ഗണപതി ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ കറുക സമർപ്പിച്ചു, പ്രസാദം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. അപ്പം അതിനുശേഷം പിന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ നടക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ നമുക്ക് അത് തന്നെ നടന്നു കിട്ടുമെന്ന് പറയുന്നത് ചിലപ്പം സത്യമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിന് സുഖമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നമ്മുടെ ശരീരത്തിലും കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരുമെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്. അമ്മ എപ്പോൾ കണ്ടാലും അമ്മ പറയുന്നത് എനിക്ക് വയ്യ, പ്രായമായി. പക്ഷെ അത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മയെ കാണുമ്പോൾ. എന്നാലും അമ്മ എപ്പോഴും പറയുന്നത് അങ്ങനായിരുന്നു, എനിക്ക് വയ്യ, എനിക്കിനിയും ഒന്നും ചെയ്യാൻ വയ്യ, ജോലി ചെയ്യാൻ വയ്യ, അങ്ങനെയുള്ള രീതിയിൽ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ മക്കളെക്കുറിച്ചും അങ്ങനെ തന്നെ പറയുന്നു. അവൾക്ക് വയ്യാത്തതാ, അവന് വയ്യാത്തതാ, മകന് സുഖമില്ലാത്തതാ, മകൾക്ക് സുഖമില്ലാത്തതാ. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതും കാണാമായിരുന്നു. അപ്പം നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിനെ പോസിറ്റീവായിട്ട് വയ്ക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പ്രായമായ ചില അമ്മമാർക്ക് അതൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴത്തുള്ള കുട്ടികളൊക്കെ അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവർ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ചില സമയത്തും അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരും മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ മാറ്റി ചിന്തിക്കുമായിരിക്കും. എങ്കിലും കൂടുതലും നമ്മൾ മനസ്സിനെ പോസിറ്റീവായിട്ട് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിനെ പോസിറ്റീവായിട്ട് വയ്ക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എപ്പോഴായാലും നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളെ പരീക്ഷിക്കാനായിട്ട് കുറച്ചൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ കൂടെ തന്നെ ദൈവം ഉണ്ടായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എപ്പോഴും ദുഃഖം മാത്രമൊന്നും ദൈവം കൊടുക്കില്ലല്ലോ, സന്തോഷവും കൊടുക്കുമല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും ദൈവത്തിനെ കൈവിടരുത്. എപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, മനസ്സിനെ പോസിറ്റീവായിട്ട് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.